യാങ്ങും ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുവാനായിട്ട് കടയിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും കടയിൽ ഓൾറെഡി അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും അവിടെ വിളിച്ചു വരുത്തി ഒന്നിച്ച് ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉൺഹോ ആണ്. പിന്നീട് യാങ്ങുമായിട്ട് ഉൺഹോ സംസാരിക്കുമ്പോഴത്തേക്കും യാങ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫോണൊക്കെ അവനും കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഫോണൊക്കെ ഉണ്ടാക്കിയിട്ട് 8 വർഷമായിട്ടുണ്ട്. എങ്കിൽ പോലും നല്ല രീതിക്ക് സെയിൽസ് ഒക്കെ നടന്ന ഒരു ഫോണായിരുന്നു അത്. മാത്രമല്ല, നിലവിൽ നിങ്ങളുടെ ഒരുപാട് കഥകളൊക്കെ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയിരിക്കെ ഇനിയും നിങ്ങൾ ഈ ഒരു കമ്പനിയുടെ കൂടെ തന്നെ നിൽക്കണമെന്നും അങ്ങനെ കൂടുതലായിട്ടുള്ള കഥകളൊക്കെ കമ്പനിയുമായി ഒന്നിച്ചുണ്ടാക്കണമെന്നുമാണ് ഉൺഹോയുടെ ആഗ്രഹം. കമ്പനി മാറുവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒന്നും കൂടി അതൊക്കെ ഒന്ന് ആലോചിച്ചൂടെ എന്ന് ഉൺഹോയും യാങ്ങിന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പിറ്റേ ദിവസം ജിയൂൺ യാങ്ങിനു വേണ്ടി പ്രതീക്ഷിച്ച് കാത്തുനിൽപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ജിയൂണിന്റെ അടുത്ത് എനിക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായിട്ടായിരുന്നു യാങ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നിന്നെ ഞാൻ അവിടെ കൊണ്ടേയാക്കാം, അതുവരെ നമുക്ക് രണ്ടുപേർക്ക് സംസാരിച്ചിരുന്നാലോ എന്ന് ജിയോണും യാങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നു. യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് പുതിയ പ്രപ്പോസലൊക്കെ ജിയോണും യാങ്ങിനെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിലും അപ്പോഴായിരുന്നു അവന് ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. യാങ്ങിന്റെ മകൻ സ്പോർട്സിലെ ഒരു പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുവാനായിട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് സ്ഥലത്ത് കൃത്യസമയത്ത് തന്നെ ഉൺഹോ എത്തുകയും അവന്റെ സപ്പോർട്ടൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാട് ഹാപ്പിയാണ്. മാത്രല്ല, ഗെയിംസ് ഒക്കെ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് യാങ്ങിനെ ജിയോൺ പറഞ്ഞ് അയച്ചതിന് ശേഷം അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഉൺഹോയിനെ നോക്കുന്നു. പുതിയ പ്രപ്പോസലൊക്കെ യാങ്ങിനെ കാണിച്ച സമയത്ത് യാങ്ങും മറ്റൊരു കമ്പനിയിലേക്ക് മാറുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നൊരു മറുപടി ആയിരുന്നു ജിയോണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ നിരാശയിലാണ് അവൾ ഉള്ളതും. യാങ്ങും കമ്പനി വിട്ടു പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ HR ടീമിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് അതൊരു ആഘോഷമൊക്കെ ആക്കി മാറ്റുകയാണ്. ഓൺഹോയുടെ ആത്മാർത്ഥത കൊണ്ടാണ് യാങ്ങിനെ നമുക്ക് കമ്പനിയിലേക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരിക്കലും ഓൺഹോയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും കമ്പനിക്കുള്ളിൽ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു സന്തോഷത്തിലായിരുന്നു കിം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ സോങ്ങും അവരുടെ കൂടെയൊക്കെ വരുന്നു. മാത്രമല്ല, ഉൺഹോ കാരണമായിരുന്നില്ല യാങ് കമ്പനിയിൽ നിൽക്കുവാനായിട്ട് തീരുമാനിച്ചു എന്നാണ് സോങ് പറയുന്നത്. സോങ്ങും യാങ്ങിന് വളരെ വലിയൊരു ഓഫറൊക്കെ വെച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ യാങ്ങും കമ്പനിയിലുള്ളത്. നിലവിൽ HR ടീമിലുള്ള എല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിനുള്ള പ്രതിഫലമൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഓൺഹോ ഒരു രീതിക്കുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല എന്നും അവൻ വളരെ മോശമായിട്ടാണ് എല്ലാ ടാസ്കും നോക്കി നടത്തുന്നതെന്നും പറഞ്ഞുകൊണ്ട് സോങ് വളരെയധികം മോശമായിട്ടൊക്കെ ഉൺഹോയുടെ അടുത്തും പെരുമാറുന്നു. മാത്രമല്ല, സോങ് തന്നെ എല്ലാവർക്കും മദ്യമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരുടെയും ക്ലാസ്സിലൊക്കെ മദ്യം ഒഴിക്കുന്നുണ്ടെങ്കിലും അവൻ മനഃപൂർവ്വമായിട്ട് തന്നെ ഓൺഹോനെ അവോയ്ഡ് ചെയ്യുന്നു. എങ്കിലും അതൊന്നും തന്നെ കാര്യമാക്കാതെ സോങ്ങിന് മദ്യം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഓൺഹോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മദ്യം ഒന്നും കുടിക്കാതെ നിർബന്ധിച്ച് കിമ്മിനെ കൊണ്ടൊക്കെ മദ്യം ഒഴിപ്പിച്ച് അതായിരുന്നു സോങ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പരിപാടിയെല്ലാം തന്നെ അവസാനിച്ച് സോങ് പോകുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് പോലും ഞാൻ ഒരിക്കലും ഉൺഹോനെ വേർതിരിച്ചൊന്നും കണ്ടിട്ടില്ല എന്നും നീയുടെ പെർഫോമൻസ് ഒക്കെ വളരെയധികം മോശമാണെന്നും നീ കൃത്യമായ രീതിക്ക് ഒന്നും തന്നെ ഉയരാത്തത് കൊണ്ടാണ് ഞാനും നിന്നെ ഓരോന്നൊക്കെ പറയുന്നതെന്നും ഇതെല്ലാം തന്നെ ഒരു തുടക്കം മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് സോങ്ങും പോകുന്നു. ഉൺഹോയ്ക്ക് ഒരു മകളൊക്കെ ഉണ്ട്, ബ്യൂൾ. ഉൺഹോയുടെ വീടിന് അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്കും ഒരു മകനൊക്കെ ഉണ്ട്. സോ ആ ഒരു മകനും ബ്യൂളിനും ഏകദേശം ഒരേ പ്രായമൊക്കെ ആയതുകൊണ്ട് തന്നെ ഉൺഹോയും അവരുടെ വീട്ടിലൊക്കെ ആയിരുന്നു മോളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരമ്മയും അമ്മയുടെ മോളായിട്ടുള്ള സൂഹുണും പിന്നെ സൂഹുന്റെ കുട്ടിയുമാണ് ഉള്ളത്. ഇതിന് പിന്നിൽ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. അത് അടുത്ത എപ്പിസോഡ്സിലൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും സൂഹുണ് ഉൺഹോയുടെ അടുത്തൊരു ക്രഷ് ഒക്കെ ഉണ്ട്. സൂഹുന്റെ അമ്മയ്ക്ക് പണമൊക്കെ കൊടുത്തിട്ടാണ് കുട്ടീനെ നോക്കുവാനായിട്ട് ഉൺഹോ എപ്പോഴും നിർത്താറുള്ളതും. ഉൺഹോ പോയി കഴിയുമ്പോഴത്തേക്കും സൂഹുന്റെ അടുത്ത് അവൻ വളരെ സ്വീറ്റ് അല്ലേ, നല്ലൊരു അച്ഛന് ഉറപ്പായിട്ടും നല്ലൊരു ഹസ്ബൻഡും ആക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ അമ്മ പറയുന്നുണ്ടെങ്കിലും സുഹുൺ അത് വലിയ കാര്യമാക്കാത്ത രീതിക്കൊക്കെ പോകുന്നു. അവർ രണ്ടുപേരും സിംഗിൾ ആയതുകൊണ്ട് തന്നെ അവർ ഒന്നിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടായിരുന്നു അമ്മ കണ്ടിട്ടുണ്ടായിരുന്നത്. ഉൺഹോ നമ്മുടെ ടീമിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയല്ലേ. അങ്ങനെ ഇരിക്കെ സോങ് എന്തിനാണ് എപ്പോഴും ഉൺഹോയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്, അവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്നൊക്കെ ഒരാളെ കിമ്മിന്റെ അടുത്ത് ചോദിക്കുകയാണ്. കിമ്മും ഒരു വർഷം മുമ്പ് നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നു. ചെയർമാൻ സോങ്ങിന് വലിയൊരു പ്രൊജക്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉൺഹോ തന്റെ കൂടെയുള്ള ധൈര്യത്തിനാണ് സോങ്ങും ആ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തിട്ട് പോലും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഉൺഹോനെ ബ്യോളിന്റെ സ്കൂളിൽ നിന്നും വിളിപ്പിക്കുന്നത്. ബ്യോൾ പഠിക്കുന്ന കിൻഡർ ഗാർഡനില് സ്യൂഹൺ കുട്ടികൾക്കുള്ള ചിത്രരചന ക്ലാസ് ഒക്കെ ആയിട്ട് എത്തിയതായിരുന്നു. കുട്ടികളുടെ അടുത്ത് ചിത്രമൊക്കെ വരയ്ക്കുവാനായിട്ട് പറഞ്ഞ സമയത്ത് ബ്യോൾ വരച്ച ചിത്രങ്ങളാണ് ഇതെന്ന് പറഞ്ഞ് ടീച്ചർ കുറച്ച് ചിത്രങ്ങളൊക്കെ അവനും കാണിച്ചു കൊടുക്കുന്നു. ഒറ്റയ്ക്ക് വിഷമിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രങ്ങളായിരുന്നു അതെല്ലാം തന്നെ. ബ്യോൾ ആകെ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്.
അവൾ ഇപ്പോൾ കുട്ടികളോട് ആരോടും തന്നെ സംസാരിക്കാറ് പോലുമില്ല. അതുകൊണ്ട് തന്നെ നിന്റെ പ്രസൻസ് അവളുടെ ലൈഫിൽ ഒരുപാട് ആവശ്യമുണ്ടെന്നൊക്കെ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്ന ഉൺഹോയും ലീവൊക്കെ എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ പേരന്റൽ ലീവിന് പോകാമെന്ന് അവൻ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും സോങ് ആയിരുന്നു അതിന് സമ്മതിക്കാതിരുന്നത്. ഉൺഹോ ഉള്ള ധൈര്യത്തിലൊക്കെ ആണല്ലോ സോങ്ങും വലിയൊരു പ്രൊജക്റ്റ് ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കൂടെ ഉൺഹോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് സോങ് ഉള്ളതും. ഈ ഒരു പ്രൊജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നിനക്ക് ഞാൻ എന്തോരം വേണമെങ്കിലും ലീവ് തരാമെന്നൊക്കെ സോങ് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രൊജക്ട് അവസാനിക്കുന്നത് വരെ കാത്തിരിക്കുവാനായിട്ട് ഉൺഹോയ്ക്ക് സാധിക്കുമായിരുന്നില്ല. ബിയോളിന് ആകെ സുഖമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീവ് ഞാൻ എടുത്തേ മതിയാകൂ എന്നൊക്കെ ഉൺഹോ പറയുമ്പോഴത്തേക്കും അവൾ അതിന് അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടിയൊന്നുമല്ലല്ലോ, നീ ഇപ്പോൾ ലീവ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു മറുപടിയൊക്കെ സോങ്ങിന്റെ അടുത്ത് നിന്നും ഉൺഹോയ്ക്കും ലഭിക്കുന്നു. പക്ഷേ ബ്യൂൾ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഉൺഹോയും ലീവിനൊക്കെ പോയത്. ഉൺഹോ ഇല്ലാത്ത നടത്തിയ ആ ഒരു പ്രൊജക്ട് ഒക്കെ വളരെയധികം ഫ്ലോപ്പ് ആവുകയും അത് സോങ്ങിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ദേഷ്യത്തിലാണ് സോങ് ഇപ്പോഴും അവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് കിം പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉൺഹോ എന്തൊരു ചെറുപ്പമാണ്, അവൻ 7 വയസ്സുള്ള കുട്ടിയുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുവാനേ കഴിയുന്നില്ല. എന്തിനാണ് ഉൺഹോ ഇത്രയൊക്കെ ചെറുപ്പത്തിലൊക്കെ വിവാഹം കഴിക്കുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിക്കുകയാണ് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയും. ബ്യോളിനെയും ഉൺഹോനെയും കാണിക്കുന്നു. അവരുടെ വീടൊക്കെ വളരെ നീറ്റ് ആയിട്ടാണ് ഉള്ളത്. മാത്രമല്ല മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഉൺഹോ തന്നെയാണ്. അങ്ങനെ രാവിലെ തന്നെ ഉൺഹോയും കുട്ടീനെ റെഡിയാക്കിക്കൊണ്ട് സ്കൂളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നോക്കുകയാണ്. വീട്ടിൽ നിന്നും ഇറങ്ങി ഉടനെ തന്നെ റോക്ക് പേപ്പർ സിസേഴ്സ് ഒക്കെ കളിക്കുന്നുണ്ട്. അതിൽ തോൽക്കുന്നത് ഉൺഹോ ആയതുകൊണ്ട് തന്നെ ബ്യോളിനെ എടുത്തോണ്ടൊക്കെ വേണം പോകുവാൻ. ഇനി അവരുടെ താഴത്തെ നിലയിൽ താമസിക്കുന്ന സോഹുണും സിയോജുണയും കൂട്ടിക്കൊണ്ടൊക്കെ സ്കൂളിലേക്ക് പോകാനായിട്ട് നോക്കുന്നു. ലിഫ്റ്റിൽ വെച്ചൊക്കെ ഉൺഹോനെ കാണുന്നത് കൊണ്ട് തന്നെ തന്റെ കുട്ടീനെയും ഉൺഹോയുടെ അടുത്തേക്ക് ഏൽപ്പിച്ചതിന് ശേഷം അവളും പോവുകയാണ്. ഇനി 3 സ്ത്രീകളെയൊക്കെ കാണിക്കുന്നു. ഉൺഹോയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് നടന്നു വരുന്ന സമയത്ത് ഈ 3 സ്ത്രീകളും ഉൺഹോ കാണുന്ന രീതിക്കൊക്കെ വളരെ പോസൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. കുറച്ച് കുട്ടികളൊക്കെ ചേർന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന പന്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ മേത്തേക്കൊക്കെ വീഴുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അത് അവരുടെ മേത്ത് കൊള്ളാതെ കൃത്യമായി തന്നെ ഉൺഹോ പിടിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഉൺഹോയുടെ ഫാനായി മാറുന്നു. അടുത്തതായിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് ജുങ് ഹുൺ എന്നാണ്. അവനും ജിയോന്റെ അതേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവൻ രാവിലെ തന്നെ വർക്കിന് വരുമ്പോഴത്തേക്കും എല്ലാവരും വളരെ മൂഡ് ഓഫ് ആയിട്ടൊക്കെ നിൽക്കുന്നത് അവനും ശ്രദ്ധിക്കുന്നു. സോ എന്താണ് കാര്യമെന്നൊക്കെ ക്യുങ്ഹയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കുമാണ് അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്ത ഒരാള് ചെയ്ത കുറ്റത്തെക്കുറിച്ചൊക്കെ അവളും പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഇവർക്ക് ഓരോരോ ആൾക്കാരെയൊക്കെ ഓരോരോ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നതാണല്ലോ ജോലി. അങ്ങനെ ഇരിക്കെ റിക്രൂട്ട് ചെയ്ത ഒരാളുടെ റെസ്യൂമേല് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരുന്നു അയാളും കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത് ജിയോൺ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അവനെ ചോദ്യം ചെയ്യുകയാണ്. അവന്റെ പേര് നാം എന്നൊക്കെയാണ്. പക്ഷെ ജിയോൺ ഒരിക്കൽ പോലും അവന്റെ പേര് കൃത്യമായിട്ട് പറയുന്നില്ല. നാം ആദ്യം പറയുന്നത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തി എന്നെ പറ്റിച്ചതാണെന്നും അയാൾ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുമൊക്കെയാണ്. പക്ഷെ ഒരു വ്യക്തി തന്റെ അടുത്ത് ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് കള്ളം പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ബാധ്യതയൊക്കെ നിനക്കുണ്ട്. നിനക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരുന്നു 6 മാസം മുമ്പ് നിന്നെ ഞാൻ വർക്കിന് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിന്റെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിനക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ആ ഒരു വ്യക്തിയുടെ പേരിൽ കള്ള ക്വാളിഫിക്കേഷൻ വെച്ചതുപോലെ തന്നെ നീ ഞങ്ങളുടെ ജോലിക്ക് വേണ്ടി വന്നപ്പോഴും കള്ള ക്വാളിഫിക്കേഷൻ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നീ അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിന്നെ ഇനി ഈ ഒരു കമ്പനിയിൽ നിന്ന് മാത്രമല്ല ഇതുപോലത്തെ ഒരു കമ്പനിയിലും പ്രവേശിപ്പിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിയോണും അവനെ ജോലിയിൽ നിന്നും തന്നെ പിരിച്ചുവിടുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.